Hello students, നമുക്ക് വെക്ടേഴ്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, പിക്ക് ഔട്ട് ദ വെക്ടർ ക്വാണ്ടിറ്റി. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് വെക്ടർ ക്വാണ്ടിറ്റി ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് അപ്പോൺ യൂണിറ്റ് മാസ് ഓക്കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ്. തീർച്ചയായിട്ടും വർക്ക് സ്കെലാർ ആണ്, മാസും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അടുത്തത് ഇമ്പൾസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇമ്പൾസ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ടി, ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ടി ആണ്. ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും മൾട്ടിപ്പിൾ നമ്മൾ എടുത്ത ശേഷം ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമ്പൾസ് കിട്ടുന്നത്. ഇമ്പൾസ് മൊമെൻറ്റം തിയറം നിങ്ങൾ ഇനി പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അതനുസരിച്ച് ഇമ്പൾസ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഓൾസോ വെക്റ്റർ. ഇമ്പൾസ് ഈസ് ഹെൻസ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പം ബി ഇമ്പൾസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ജസ്റ്റ് എ നമ്പർ, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, സ്കെയിലാർ ആണ്. അതേപോലെ പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് ബൈ ഏരിയ, അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഏരിയയ്ക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ പ്രഷറിന് ഒരു ഫിക്സ്ഡ് ഡയറക്ഷൻ ഇല്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഹെൻസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് എ ഡയറക്ഷൻ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ബി എ വെക്റ്റർ ആണോ? അല്ല. നമ്മൾ പറഞ്ഞു വെക്റ്റർ ആകണമെങ്കിൽ ഡയറക്ഷൻ മാത്രം പോരാ, വെക്റ്റർ ഓൾജിബ്ര കൂടി അനുസരിക്കണം. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മേ ബി എ വെക്റ്റർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ക്ലിയർ? Question number 3. If three vectors A vector, B vector and C vector are 12, 5, 13 in magnitude such that C vector is equal to A vector plus B vector, then angle between A vector and B vector. നമുക്കറിയാം ഈ തന്നിരിക്കുന്ന A vector, B vector, C vector 12, 5 and 13 are triplets. Why? Because നിങ്ങൾക്കറിയാം A square plus B square is equal to C square ആണ്. 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എ വെക്ടറും ബി വെക്ടറും സി വെക്ടറും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു സി വെക്ടർ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ദേ പ്രൊവൈഡഡ് ലൈക്ക് ദിസ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 90 ഡിഗ്രി ഹെൻസ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 4. The angle between two vectors A vector and B vector is theta. Resultant of these two vectors, the R vector, makes an angle theta by 2 with A vector. Which of the following is true? A vectorനും B vectorനും ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് ദിസ് ബി A vector and B vector. ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണ്. ഇവരുടെ റിസൾട്ടൻ്റ് ആർ വെക്ടർ എന്ന് പറയുന്നത് എ വെക്ടറുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ബൈ 2 ആണെങ്കിൽ ഏതാണ് ട്രൂ? നമ്മൾ പറഞ്ഞു റിസൾട്ടൻ്റ് എപ്പോഴും ആംഗുലാർ ബൈസെക്ടർ ആണെങ്കിൽ ഈക്വൽ ആണ് ആംഗിളിനെ മുറിച്ചെടുക്കുന്നതെങ്കിൽ, ഈക്വലായിട്ട് ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം ആയിരിക്കണം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എഫ് ആൻഡ് എഫ് രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് √2f ആണ്. ദിസ് ആംഗിൾ മസ്റ്റ് ബി 45 ഡിഗ്രി. ഇതിന് കാരണം ഈ രണ്ട് വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മസ്റ്റ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, question number 5. The modulus of I vector plus J vector plus K vector. I cap plus J cap plus K cap. I cap plus J cap plus K cap എന്നാണ്. എങ്ങനെയാണ് നമ്മളൊരു വെക്ടർ തന്നാൽ മോഡുലസ് കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് ദ ഗിവൺ വെക്ടർ ഈസ് റൂട്ട് ഓഫ് I ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 സ്ക്വയർ പ്ലസ് J ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 സ്ക്വയർ പ്ലസ് K ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 സ്ക്വയർ. ആൻസർ ഈസ് √3. ഹെൻസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 6.
Which of the following sets of 3 vectors act on a body whose resultant can be 0? തീർച്ചയായിട്ടും 3 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് 0 ആകണം. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആ വെക്ടേഴ്സ് എന്നാണ് ചോദ്യം. 3 വെക്ടേഴ്സിനെ നമ്മൾ വെക്ടർ അഡിഷൻ വഴി 0 ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ അനുസരിക്കണം. സോ ലെറ്റ്സ് സേ ദിസ് ഇസ് എ വെക്ടർ, ദിസ് ഇസ് ബി വെക്ടർ ആൻഡ് ദ റിസൾട്ടൻ്റ് ഈസ് സി വെക്ടർ. ഈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ അനുസരിക്കുമ്പോൾ ഓരോ സൈഡും നമുക്ക് ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണ്? ദ സം ഓഫ് 2 sides മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. ശരിയല്ലേ? ഓപ്ഷൻ 1 10 10 10 ഈ 3 സൈഡുകളും ഈക്വൽ ആണ്. ഇത് വെച്ച് ഒരിക്കലും നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. ഈ 2 സൈഡുകളുടെ സം 20 ആണ്. തേർഡ് സൈഡ് 20 ആണ്. തേർഡ് സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം മറ്റ് 2 സൈഡുകളുടെ സം. അങ്ങനെയാണെങ്കിൽ ബി വെച്ചും നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അതേ കാരണം കൊണ്ട് തന്നെ 20 20 40 ആണ്. തേർഡ് സൈഡ് ഹാസ് ടു ബി മോർ ദാൻ ദാറ്റ്. സിയും ഒരു ട്രയാങ്കിൾ തരുന്നില്ല. തീർച്ചയായിട്ടും 10 20 40 എന്നീ വശങ്ങളാണെങ്കിൽ അത് വെച്ച് നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ അവിടെ എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും അതിൻ്റെ സമ്മേഷൻ ക്യാൻ ബി 0. Clear? Hence, option D is the correct answer. Question number 7. 2 forces of same magnitude act at a point. The square of their resultant is 3 times the product of their magnitudes. The angle between them. See, 2 forces of same magnitude acting at a point. Square of their resultant is 3 times the product of their magnitude. ആ ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോഡക്റ്റിനേക്കാൾ 3 times ആണ് അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആ 2 ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് 2 ഫോഴ്സുകളെയും എഫ് എന്ന് വിളിക്കാം, 2 ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് എന്തെഴുതാം? എഫ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു എഫ്, അതും എഫ് സ്ക്വയർ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ദെൻ റിസൾട്ടൻറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ഇറ്റ് ഈസ് 2f സ്ക്വയർ, കോമൺ എടുത്താൽ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. സോ ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 times the product of their magnitude. So the resultant is nothing but 2f square into 1 plus cos theta. This is 3 times the product of their magnitude. എഫിൻ്റെയും പ്രോഡക്റ്റ് എന്താണ്? എഫ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ എത്രയാണെന്നാണ് ചോദ്യം. സോ ഹൗ വി ക്യാൻ സോൾവ്? എഫ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 1 പ്ലസ് കോസ് തീറ്റ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 3/2, which implies cos theta will be nothing but 3/2 minus 1/2. തീറ്റ ഏത് ഡിഗ്രിയിലാണ് നമുക്ക് 1/2 കിട്ടുന്നത്? ഒബ്വിയസ്ലി ആൻസർ ഈസ് 60 degree. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. Question number 8. Vector sum of 2 forces 10 Newton and 6 Newton cannot be. 2 വെക്ടറുകളാണ് 10 ന്യൂട്ടണും 6 ന്യൂട്ടണും. ഇതിൻ്റെ വെക്ടർ സം ഒരിക്കലും എന്ത് വരില്ല എന്നാണ് ചോദ്യം. നമുക്കറിയാം 2 വെക്ടേഴ്സ് തമ്മിൽ കൂട്ടുകയാണെങ്കിൽ മിനിമം വാല്യൂ 10 മൈനസ് 6 ആയിരിക്കും. ദാറ്റ് ഈസ് 4 ന്യൂട്ടൺ. മാക്സിമം കിട്ടുന്നത് ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ്. മിനിമം കിട്ടുന്നത് ആംഗിൾ അവരുടേത് 180 ഡിഗ്രി ആകുമ്പോഴാണ്. So maximum is getting when the angle between these 2 vectors are 0 degree or they are acting in parallel. So maximum value 10 plus 6, that is 16 Newton ആണ്. അപ്പം 10ഉം 6 വാല്യൂ ഉള്ള 2 വെക്ടേഴ്സ് തമ്മിൽ കിട്ടാവുന്ന മാക്സിമം മാഗ്നിറ്റ്യൂഡ് 16ഉം മിനിമം 4ഉമാണ്. അതിനിടയിലുള്ള ഏത് വാല്യൂവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് 4 ന്യൂട്ടൺ അവൈലബിൾ ആണ്. 8 എന്ന് പറയുന്നത് 4നും 16നും ഇടയിലുള്ളതാണ്. അതുകൊണ്ട് അതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 12 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, 4നും 16നും ഇടയിലുള്ളതാണ്. 2 ന്യൂട്ടൺ ഒരിക്കലും നമുക്ക് 10ഉം 6ഉം വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഹെൻസ് ദ ആൻസർ ഈസ് ഡി. Question number 9. A vector plus B vector is equal to C vector and A plus B is equal to C. Then the angle between A vector and B vector is. ഈ ചോദ്യത്തിൽ A vector plus B vector is equal to C vector എന്ന് തന്നിട്ടുണ്ട്. A plus B is equal to C എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം എ വെക്ടർ ആൻഡ് ബി വെക്ടർ, സി എ വെക്ടർ ആൻഡ് ബി വെക്ടർ റിസൾട്ടൻ്റ് ആയിട്ട് സി വെക്ടർ തരണം. എയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് കൂട്ടുമ്പോൾ സിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായി വരണം. എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ സിയുടെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലായി വരണമെങ്കിൽ തീർച്ചയായിട്ടും ദീസ് ടു വെക്ടേഴ്സ് ഹാസ് ടു ബി ഇൻ ലൈൻ, പാരലൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് എ വെക്ടറും ബി വെക്ടറും മാഗ്നിറ്റ്യൂഡ് വൈസ് കൂട്ടുമ്പോൾ സിയുടെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആവുകയും ചെയ്യുന്നു. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു സി വെക്ടർ എന്നുള്ള വെക്ടർ കണ്ടീഷൻ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ഹാസ് ടു ബി 0 ഡിഗ്രി. Question number 10. Modulus of a vector plus b vector is equal to modulus of a vector minus b vector. Which of the following option is true? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എ വെക്ടറിനും ബി വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം അവിടെ നമ്മൾ ചെയ്തത്. നമ്മൾ പ്രൂവ് ചെയ്തതാണ് 90 ഡിഗ്രി എന്ന്. സോ ഇവിടെ പറയുന്നത് എ ഈസ് എ നൾ വെക്ടർ എന്ന് പറയുന്നു. നോട്ട് നെസസറി, അതുകൊണ്ട് എ ഈസ് റോങ് ഓപ്ഷൻ. ബി ഈസ് നൾ വെക്ടർ, ദാറ്റ് ഈസ് ഓൾസോ റോങ് ഓപ്ഷൻ. യു ക്യാൻ സെലക്ട് B is not necessarily a null vector. A vector is perpendicular to B vector. A vector and B vector perpendicular ആണ്. That is correct. A vector and B vector has to be perpendicular. Why? നമുക്ക് ഒരു parallelogram law നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞു. Let's say this is A vector and this is B vector. ഇങ്ങനെ വരുമ്പോൾ this is representing magnitude of A vector plus B vector. And this diagonal is representing magnitude of A vector minus B vector. ഈ രണ്ട് ഡയഗണലും ഈക്വൽ ആകുന്നത് സ്ക്വയറിനാണ്. സ്ക്വയർ ആകുകയാണെങ്കിൽ ഈ രണ്ട് പേരുടെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതേപോലെ എ വെക്ടറും ബി വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. എ വെക്ടർ ഈസ് പാരലൽ ടു ബി വെക്ടർ ഈസ് ഓൾസോ റോങ് ഓപ്ഷൻ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 11. Two forces each numerically equal to 10 dynes are acting as shown in the following figure. Then the resultant is. രണ്ട് ഫോഴ്സുകൾ 10 ഡൈനുകൾ ഇവിടെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്ടറുകളുടെ ഇടയിലുള്ള ആംഗിൾ തീരുമാനിക്കുന്നത് ടെയിൽ അല്ലെങ്കിൽ ഹെഡ് കോമ്പിനേഷൻ ആണ്. ഇവിടെ ഹെഡും ടെയിലുമാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വെക്ടറിനെ ഞാൻ കുറച്ച് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ ഷിഫ്റ്റിംഗ് വഴി നിങ്ങൾക്ക് 10 ഡൈൻ ഉള്ള വെക്ടർ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാം. നൗ ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെക്ടർ ആൻഡ് ദ 10 ഡൈൻ വെക്ടർ, ഇനിഷ്യൽ വെക്ടർ ഈസ് 120 ഡിഗ്രിയാണ്. രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറുകൾ 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രത്യേകത പഠിച്ചതാണ്. 120 ഡിഗ്രിയുടെ the resultant is also the same value. ആൻസർ എന്ത് തന്നെയായിരിക്കും? 10 ഡൈൻ തന്നെയായിരിക്കും. നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതുമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 10 ഡൈൻസ്. Question number 12. Two forces with equal magnitudes F act on a body with the magnitude of the resultant force is F by 3. The angle between two forces. രണ്ട് ഫോഴ്സുകൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ആണ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻ്റ് F by 3 എന്ന് വരണമെങ്കിൽ ആ രണ്ട് ഈക്വൽ ഫോഴ്സുകളുടെ ഇടയിലുള്ള മാഗ്നിറ്റ്യൂഡ് എന്ത് വരും എന്നാണ് ചോദ്യം. നമുക്കറിയാം റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ, ഇവിടെ റിസൾട്ടൻ്റ് F by 3 ആണ്. റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് ഫസ്റ്റ് വെക്ടർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ, രണ്ടും എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലസ് 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു സെക്കൻഡ് വെക്ടർ, രണ്ടും എഫ് ആയതുകൊണ്ട് എഫ് സ്ക്വയർ എഴുതാം. ആൻഡ് കോസ് തീറ്റ, ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. സോൾവ് ചെയ്യാൻ രണ്ടിടത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2f സ്ക്വയർ എഴുതാം. കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് തീറ്റ എന്ന് നിങ്ങൾക്ക് കാണാം. എഫ് സ്ക്വയർ ക്യാൻസൽസ്. സോ 1 പ്ലസ് കോസ് തീറ്റ യു ആർ ഗെറ്റിംഗ് ആസ് 1 by 18 ആൻഡ് കോസ് തീറ്റ യു ആർ ഗെറ്റിംഗ് ആസ് 1 by 18 minus 1, that will be nothing but minus 17 by 18. So what is the theta? Theta will be cos inverse minus 17 by 18. Hence option A is the correct answer. Question number 13. 13ാമത്തെ ചോദ്യം. Resultant of two vectors A vector and B vector is inclined at 45 degree to either of them. What is the magnitude of resultant?
എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും റിസൾട്ടൻറ്റ് 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണെങ്കിൽ ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. ലെറ്റ് സി വാട്ട് ഈസ് ദിസ് 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും രണ്ട് വെക്ടേഴ്സുകളിലും ആയിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് 45 ഡിഗ്രി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എ വെക്ടർ ആൻഡ് ബി വെക്ടർ ഹാസ് ടു ബി ഇൻ 90 ഡിഗ്രി ആംഗിൾ. എ വെക്ടറും ബി വെക്ടറും 90 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റിസൾട്ടൻറ്റ് എന്തായിരിക്കും? റിസൾട്ടൻറ്റ് 45 ഡിഗ്രി ആയിരിക്കും രണ്ടു പേരുമായിട്ടുണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ. ഇങ്ങനെ വരേണ്ട കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? രണ്ടു പേരുമായിട്ട് 45 ഉണ്ടാക്കണമെങ്കിൽ എ വെക്ടറിൻ്റെയും ബി വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. എ വെക്ടറും ബി വെക്ടറിൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ ആൻസർ √(a²+b² എന്ന് വരികയും ചെയ്യും. ഓക്കെ, ഹെൻസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 14. If vectors p vector, q vector and r vector have magnitudes 5, 12 and 13 units and p vector plus q vector is equal to r vector, the angle between q and r. നോക്കൂ, p vector, q vector and r vectorന്റെ മാഗ്നിറ്റ്യൂഡുകൾ തന്നിട്ടുണ്ട്. 5, 12 and 13 ഈ സ്പെഷ്യൽ നമ്പർ അതെന്താണ്? ട്രിപ്ലെറ്റ്സ് ആണ്. തീർച്ചയായിട്ടും പൈതഗോറസ് ലോ അനുസരിക്കുന്ന ട്രയാങ്കിൾ ആയിരിക്കും ഇത്. p വെക്ടർ പ്ലസ് q വെക്ടർ ഈസ് ഈക്വൽ ടു r വെക്ടർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പൈതഗോറസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? p² പ്ലസ് q² ഈസ് ഈക്വൽ ടു r² എന്ന് എഴുതാൻ പറ്റും. വൈ? ബിക്കോസ് ദ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ്സ് ആർ 5², 12² ആൻഡ് ദ സമ്മേഷൻ ഓഫ് ദീസ് തിങ്സ് ആർ 13². സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നമ്മുടെ അടുത്ത ചോദ്യം q ആൻഡ് r എന്ന് രണ്ട് വശങ്ങൾക്കിടയിലുള്ള ആംഗിൾ ആണ്. So let me draw one right angle triangle. Let this be the p vector and this is q vector, and angle between p and q is 90 degree and r is the resultant vector. And p vector ന്റെ മാഗ്നിറ്റ്യൂഡ് അവർ തന്നിട്ടുണ്ട് 5 യൂണിറ്റ് ആണ്. q വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അവർ തന്നിരിക്കുന്നത് 12 യൂണിറ്റ് ആണ്. r ന്റെ മാഗ്നിറ്റ്യൂഡ് 13 യൂണിറ്റ് ആണ്. നമുക്ക് വേണ്ടത് q-വിനും r-നും ഇടയിലുള്ള ആംഗിൾ ആണ്. സോ ദിസ് ആംഗിൾ ഈസ് ദ ഡിമാൻഡ്. സോ ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ഡയഗ്രാം വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 12/13. ഓക്കെ, സോ ഫ്രം ദിസ് ഐഡിയ തീറ്റ ഈസ് ദ റിക്വയർഡ് തീറ്റ ഈസ് കോസ് ഇൻവേഴ്സ് 12/13. ഹെൻസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 15. 5 equal force of 10 Newton each are applied at one point and all are lying in one plane. Of the angles between them are equal. The resultant of these forces will be. നോക്കൂ, ഈക്വൽ ആയിട്ടുള്ള 10 ന്യൂട്ടൺ ഫോഴ്സുകൾ ഈക്വൽ ആണ്. ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് ഒരു പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഓഫ് ദീസ് ഫോഴ്സസ് നമുക്കറിയാം. ഇത് നമ്മൾ സിമെട്രിക്കലായിട്ട് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾ 10 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ഇവർക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി വരികയാണെങ്കിൽ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. 3 ഫോഴ്സുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈക്വലായിട്ട് 3 ഫോഴ്സുകൾ ഈക്വൽ ആംഗിൾ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. If it is acting at a point, you can mark it like this. ഈ ആംഗിളുകൾ എത്രയാണ്? 120 ഡിഗ്രി, 120 ഡിഗ്രി, 120 ഡിഗ്രി. ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? ഇതിൻ്റെ മൂന്നിൻ്റെയും വെക്ടർ സം എന്ത് വരും? തീർച്ചയായിട്ടും 0 ആയിരിക്കും. വൈ? ബിക്കോസ് ഈ 10 ആൻഡ് 10 120 ഡിഗ്രി വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ് ദാറ്റ് ഈസ് അനദർ 10 ന്യൂട്ടൺ. അപ്പോൾ ഈ രണ്ട് 10 ന്യൂട്ടന് പകരം നമുക്ക് ഈ 10 ന്യൂട്ടനെ നോക്കിയാൽ മതി. ഈ 10ഉം ഈ 10ഉമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അഗൈൻ റിസൾട്ടൻ്റ് ഈസ് 0. ഇവിടെ സിമെട്രിക്കലായിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ ക്ലോസ്ഡ് ട്രയാങ്കിൾ. ഓക്കെ, ക്ലോസ്ഡ് ട്രയാങ്കിൾ ഫോം ചെയ്യും.
അപ്പോൾ ഇനി 4 വെക്ടേഴ്സ് നമ്മൾ ഇതേപോലെ സിമെട്രിക്കലി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദോസ് 2 വെക്ടേഴ്സ് ഹാസ് ടു ബി 90 ഡിഗ്രി. എല്ലാം 10 ന്യൂട്ടൺ ആണെന്ന് കരുതുക. ഇതും നിങ്ങൾക്കറിയാം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. നെറ്റ് റിസൾട്ടന്റ് 0 ആയിരിക്കും. ഇവരെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ സ്ക്വയർ ഷേപ്പ്. ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതിന് തത്തുല്യമായിട്ട് 5 ഫോഴ്സുകൾ ഈക്വൽ ആംഗിളിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ പെൻറ്റഗൺ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഫോഴ്സുകൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ഒരു ക്ലോസ്ഡ് ഈക്വൽ ആയിട്ടുള്ള പെൻറ്റഗൺ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഒരു ഹെക്സഗണിന്റെ കാര്യത്തിൽ ഹെക്സഗൺ പോലെ 6 ന്യൂട്ടൺ 6 സൈഡ് വരുന്ന 6 ഫോഴ്സുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതും പരസ്പരം ക്യാൻസൽ ചെയ്യും. സോ ആൻസർ ഈസ് ഒബ്വിയസ്ലി 0. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 16. The maximum and minimum magnitudes of the resultant of two given vectors are 17 units and 7 units respectively. If these two vectors are right angles to each other, the magnitude of their resultant. രണ്ട് വെക്ടറുകളുടെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് 17 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് മാക്സിമം മാഗ്നിറ്റ്യൂഡ് വരുന്നത് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആകുമ്പോഴാണ്. എ പ്ലസ് ബി എന്ന് നമുക്ക് എഴുതാം. മാക്സിമം മാഗ്നിറ്റ്യൂഡ് 17. മിനിമം മാഗ്നിറ്റ്യൂഡ് വരുന്നത് രണ്ട് വെക്ടേഴ്സ് ആന്റി പാരലൽ ആകുമ്പോഴാണ്. മിനിമം മാഗ്നിറ്റ്യൂഡ് എ മൈനസ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 7. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് 2a as 24 ആൻഡ് എ വിൽ ബി 12. എ 12 ആണെങ്കിൽ ബിയുടെ വില 5 ആയിരിക്കും. ഈ നമ്പേഴ്സ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ട നമ്പേഴ്സ് ആണ്. എ 12 ബി 5. ഈ രണ്ട് വെക്ടേഴ്സ് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ പരസ്പരം 90 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, സോ എ വെക്ടർ എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 12ഉം ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 5ഉം ആണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്, that is nothing but 13. Hence option D is the correct answer. Question number 17. With respect to rectangular Cartesian coordinate system, three vectors are expressed as A vector, B vector and C vector. അവർ തന്നിട്ടുണ്ട്. I, J, K unit vectors ആണെന്ന് പറഞ്ഞിട്ടുണ്ട് along the x and y z axis respectively. The unit vector r cap along the direction of sum of these three vectors. ഈ മൂന്ന് വെക്ടറുകളുടെയും സം ആയിട്ടുള്ളൊരു വെക്ടർ, അതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഈ മൂന്ന് വെക്ടറുകളുടെ സമ്മേഷൻ വെക്ടറിനെ ഞാൻ ആർ വെക്ടർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആർ വെക്ടർ ഈസ് നത്തിങ് ബട്ട് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ. ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ 4i മൈനസ് 3i ഈസ് ഈക്വൽ ടു i മൈനസ് ജെ ആൻഡ് പ്ലസ് 2j. ഇവിടെ 0j ആണ്, അതുകൊണ്ട് മൈനസ് ജെ പ്ലസ് 2j ഈസ് പ്ലസ് ജെ. ആൻഡ് ഇവിടെ കെ ടേം ഇല്ല, കെ ടേം മൈനസ് കെ മാത്രമേ ഉള്ളൂ. സോ സമ്മേഷൻ വിൽ ബി ഐ പ്ലസ് ജെ മൈനസ് കെ ആണ്. ആർ ക്യാപ്പ് എന്ത് വരും? ആർ ക്യാപ്പ് ഈസ് ആർ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ വെക്ടർ ആണ്. ആർ വെക്ടർ ഈസ് നത്തിങ് ബട്ട് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ് divided by modulus of these three vectors, that is nothing but root of coefficient of I cap square, that is 1 square plus j cap into coefficient 1 square plus k cap into coefficient minus 1 ആണ്, minus 1 the whole square. The answer will be root 3 as denominator. So answer is what? 1 by root 3 into I cap plus j cap minus k cap. Okay, option A is the correct answer. Question number 18. 18ാമത്തെ ചോദ്യം. The diagonals of a parallelogram are represented by vectors p vector and q vector. It is given in question. Then the area of parallelogram. Parallelogramന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. നമുക്ക് പാരലോഗ്രാമിന്റെ ഡയഗണൽ തന്നു കഴിഞ്ഞാൽ ഏരിയ കാണുന്ന ഇക്വേഷൻ, ഏരിയ ഓഫ് പാരലോഗ്രാം 10th ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. It is d1 d2 sin theta, where d1 and d2 are the magnitude of diagonal, sin theta is the angle between the diagonal. നമുക്കറിയാം d1 ഉം d2 ഉം വെക്ടറായി പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് മോഡുലസ് ഓഫ് d1 വെക്ടർ ക്രോസ് d2 വെക്ടർ എന്ന് എഴുതാം. ആക്ച്വലി ഇക്വേഷനിൽ ആ ഏരിയ ഹാഫ് ഓഫ് d1 d2 sin theta എന്നാണ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ എന്തെഴുതാം? ഹാഫ് ഓഫ് d1 d2 sin theta നിങ്ങൾക്ക് മോഡുലസ് ഓഫ് d1 വെക്ടർ ക്രോസ് d2 വെക്ടർ എന്ന് എഴുതാം. ദെൻ നമുക്ക് മോഡുലസ് ക്രോസ് പ്രോഡക്റ്റിന്റെ മോഡുലസ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. d1 ക്രോസ് d2. വാട്ട് ഈസ് d1 ക്രോസ് d2?
ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ അല്ലേ. D1ൻ്റെ കോയഫിഷ്യൻസ് എഴുതുന്നു 5 -4 and 3. D2ൻ്റെ കോയഫിഷ്യൻസ് ആർ 3 2 and -1. ഇത് സോൾവ് ചെയ്യാം. ഐ ക്യാപ്പ് ഇൻറ്റു എന്ത് വരും +4 -6 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. ദാറ്റ് ഈസ് -5 -9 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 10 -12 that is +12. So you are getting -2 I cap and 9 and 5 is 14. So -14 this becomes +14 J cap and +22 K cap. ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അപ്പോൾ മോഡുലസ് ഓഫ് D1 ക്രോസ് D2 എന്ത് വരും? മോഡുലസ് ഓഫ് D1 ക്രോസ് D2 will be square root of -2 the whole square plus 14 square plus 22 square വരും. Okay, so that will be equal to -2 the whole square is nothing but 4 plus 196 plus this will be 484. Okay, so what is the answer? ഇത് നാലും നിങ്ങൾ കൂട്ടുക. ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 684 എന്ന് വരും. 684 ഈസ് നത്തിങ് ബട്ട് 4 into 171. Clear? Then നമുക്കിപ്പോൾ കിട്ടിയത് മോഡുലസ് ഓഫ് D1 ക്രോസ് D2 ആണ്. നമുക്ക് ഏരിയ ആയിട്ട് വേണ്ടത് ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് D1 ക്രോസ് D2 ആണ്. So square root of 4 into 171 is nothing but 2 into root 171. അപ്പം ഹാഫ് ഓഫ് 2 into root 171 എന്ന് നിങ്ങൾക്ക് അതിനെ എഴുതാം. 2 cancel. Answer will be root 171 units. Option A is the correct answer. Question number 19. See, magnitude of two vectors P and Q is R vector. If the magnitude of Q vector is doubled, the new resultant becomes perpendicular to P vector. Then magnitude of R vector is. അപ്പോൾ രണ്ട് വെക്ടറുകളുടെ റിസൾട്ടൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ വെക്ടർ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ റിസൾട്ടൻ്റ് പി വെക്ടറിന് പെർപെൻഡിക്കുലർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വെക്ടർ എന്താണ്? നമുക്ക് ഇതൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. പി വെക്ടർ ആൻഡ് ക്യൂ വെക്ടർ. ഓക്കെ, പി വെക്ടർ ആൻഡ് ക്യൂ വെക്ടർ. ലെറ്റ് ദിസ് ബി പി വെക്ടർ ആൻഡ് സപ്പോസ് ദിസ് ബി ക്യൂ വെക്ടർ. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആർ വെക്ടർ ആണ്. ഓക്കെ, ദെൻ ഇനി എന്താണ് പറയുന്നത്? ക്യൂ വെക്ടർ നമ്മൾ ഡബിൾ ചെയ്തു. ക്യൂ വെക്ടർ നമ്മൾ സൈസ് ഡബിൾ ചെയ്തു. നൗ ഇറ്റ് ഈസ് 2Q വെക്ടർ ആയിട്ട് മാറി ടോട്ടലി. സോ ദ റിസൾട്ടൻ്റ്, ന്യൂ റിസൾട്ടൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു പി വെക്ടർ. പി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് പുതിയ റിസൾട്ടൻ്റ്. ഈ പുതിയ റിസൾട്ടൻ്റ് പി വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്കറിയാം റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ടാൻ ഓഫ് ആൽഫ, ആൽഫയ്ക്ക് പകരം ഇവിടെ 90 ഡിഗ്രിയാണ്, ഈസ് ഈക്വൽ ടു, ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെ ഇത് എടുക്കണമെന്ന്. ഇത് വരുന്ന 90 ഡിഗ്രിയുമായി ചേർന്ന് നിൽക്കുന്ന സൈഡായ പി പരിഗണിക്കേണ്ട, നിങ്ങൾ 2Q എന്നുള്ള സൈഡാണ് പരിഗണിക്കേണ്ടത്. കാരണം 2Qവും പിയും ചേരുന്ന റിസൾട്ടൻ്റാണ് ആർ ഡാഷ് വെക്ടർ. അപ്പോൾ 2Q നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ 2Q സൈൻ തീറ്റ, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി വെക്ടർ ആൻഡ് ക്യൂ വെക്ടർ എന്ന് കിട്ടും. 2Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് 2Q കോസ് തീറ്റ എന്ന് നമുക്കിതിനെ എഴുതാൻ പറ്റും. ടാൻ 90 ഈസ് എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ ഇൻഫിനിറ്റി ആകണമെങ്കിൽ ദിസ് ഡിനോമിനേറ്റർ ടേം ഹാസ് ടു ബി 0. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് 2Q കോസ് തീറ്റ ഹാസ് ടു ബി 0. then I have to say P must be equal to minus 2Q cos theta. Pയും Qയും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നു. P is minus 2Q cos theta. Let's say equation number 1. Then നമുക്ക് എന്തെഴുതാം? Pയും Qയും തമ്മിലുള്ള ഇക്വേഷൻ നമുക്ക് ആറിൻ്റെ ബേസ് ചെയ്ത് എഴുതാം. P, Q, R എന്നിവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം R സ്ക്വയർ ഇസ് ഈക്വൽ ടു P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2PQ cos theta ആണ്. ഇതിൽ നമുക്ക് Pക്ക് പകരം Qവിൻ്റെ ടേം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. P സ്ക്വയറിന് പകരം 4Q സ്ക്വയർ
cos square theta നമ്മൾ കൊടുക്കുന്നു പ്ലസ് ഒരു q സ്ക്വയർ ഉണ്ട് പ്ലസ് 2 ഇൻറ്റു പി ഇൻറ്റു എഗെയിൻ ക്യൂവിന് പകരം ഓക്കെ പിക്ക് പകരം പിക്ക് പകരം നമ്മൾ വീണ്ടും മൈനസ് 2q കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു എഗെയിൻ ഒരു q ഉണ്ട് എഗെയിൻ ഒരു കോസ് തീറ്റ ഉണ്ട് ആൻഡ് ദിസ് ഇസ് മൈനസ് 4q സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അതും ഇതും ക്യാൻസൽ ആകുന്നു വി ആർ ഗെറ്റിംഗ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു q സ്ക്വയർ ആർ സ്ക്വയറും q സ്ക്വയറും ഈക്വൽ ആണെങ്കിൽ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂവിന് ഈക്വൽ ആണ് സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു q ഇറ്റ്സെൽഫ് hence option D is the correct answer. Question number 20. In the given diagram, PQ vector is A vector, QR vector is B vector, RS vector is C vector, then PS vector equal to. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PQ വെക്ടറിന്റെ വില PQ വെക്ടറിനെ നമ്മൾ A വെക്ടർ എന്ന് വിളിക്കുന്നു, QR വെക്ടറിനെ B വെക്ടർ എന്ന് വിളിക്കുന്നു, ആൻഡ് RS വെക്ടറിനെ നമ്മൾ C വെക്ടർ എന്ന് വിളിച്ചാൽ യു ക്യാൻ സി ബൈ വെക്ടർ അഡിഷൻ A വെക്ടർ പ്ലസ് B വെക്ടർ പ്ലസ് C വെക്ടർ എന്ന് പറയുന്നത് PS വെക്ടർ ആണ്. Yes or no? So A vector plus B vector plus C vector ആയിരിക്കും PS vector. കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വെക്ടറാണ് ഫൈനൽ റിസൾട്ടന്റ് വെക്ടർ. സോ ഹെൻസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Question number 21. If modulus of A cross B is equal to root 3 A dot B, then the value of modulus of A vector plus B vector. നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബി സൈൻ തീറ്റ വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് ഓഫ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എങ്ങനെ എഴുതാം? എ ബി കോസ് തീറ്റ ഇസ്ന്റ് ഇറ്റ്? എ ബി ക്യാൻസൽ ചെയ്യാം. സൈൻ ഡിവൈഡഡ് ബൈ കോസ് ടാൻ തീറ്റ ഇറ്റ് വിൽ കം as റൂട്ട് 3 which implies the theta angle has to be 60 degree. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടി 60 ഡിഗ്രി ആണെന്ന്. Then they are demanding modulus of A vector plus B vector കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം modulus of A vector plus B vector? രണ്ട് വെക്ടറുകളുടെ സമ്മേഷന്റെ മോഡുലസ് റൂട്ട് ഓഫ് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ തീറ്റ 60 ആണ്, അപ്പം കോസ് 60 എന്ന് നമുക്ക് ഇടേണ്ടി വരും. കോസ് 60 ഡിഗ്രി ഈസ് നത്തിങ് ബട്ട് 1/2 ആണ്. 1/2വിന്റെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും. ആൻസർ വിൽ ബി a square plus b square plus ab the whole square root, the whole root. Okay, so option A is the correct answer. Question number 22. If the angle between the vectors A vector and B vector is theta, then the value of the product A cross B dot A vector is equal to. See, try to understand. നമുക്കറിയാം എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എൻ ക്യാപ്. ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എൻ ക്യാപ് ആണെന്ന് കരുതുക. അതും എ വെക്ടറുമായി വീണ്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ വെക്ടർ ലെറ്റ് ഇറ്റ് ബി സി വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലറായി വരുന്ന വെക്ടർ എയുടെയും ബിയുടെയും പ്ലെയിനിന് പെർപെൻഡിക്കുലറായി വരുന്ന വെക്ടർ സി വെക്ടർ ആണെന്ന് കരുതുക. ആ സി വെക്ടറും എ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ വിൽ ബി 0. അപ്പോൾ ഞാൻ എ വെക്ടർ ക്രോസ് ബി വെക്ടറിനെ സി വെക്ടർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സി വെക്ടറും എ വെക്ടറും നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ആൻസർ വിൽ ബി 0. ഹെൻസ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 23. Three forces acting on a body are shown in figure. To have the resultant force only along the y direction, the magnitude of the minimum additional force needed is. ഈ തന്നിരിക്കുന്ന ഫോഴ്സിൽ y ഡയറക്ഷനിൽ മാത്രമേ റിസൾട്ടന്റ് വരാൻ പാടുള്ളൂ എങ്കിൽ എന്തായിരിക്കണം മിനിമം ഫോഴ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ലെറ്റ്സ് സീ. ആദ്യം നമുക്ക് ഈ 4 ന്യൂട്ടണും 2 ന്യൂട്ടണും ഇൻലൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ 4 - 2 ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് റിസൾട്ടൻ്റ് ആയിട്ട് ഈ ഡയറക്ഷനിൽ ഒരു 2 ന്യൂട്ടൺ ഫോഴ്സ് വരും. ഓക്കെ, ദെൻ ഈ 2 ന്യൂട്ടണും പിന്നീടുള്ള 1 ന്യൂട്ടണിനെയും നമുക്ക് കോമ്പണൻസ് ആയിട്ട് എഴുതാം. ഇത് 30 ഡിഗ്രി ആണ്. 1 ന്യൂട്ടണും y ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇവിടെ വരയ്ക്കാം. ഇത് 1 ന്യൂട്ടൺ ആണ്, ഇത് 2 ന്യൂട്ടൺ ആണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്.
So 1 ന്യൂട്ടണിൻ്റെ കോമ്പണൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ എന്ത് വരും 1 sin 30 എന്ന് വരും. 1 sin 30 ഈസ് ഹാഫ് ന്യൂട്ടൺ. y ഡയറക്ഷനിൽ 1 cos 30 ഈസ് √3/2 ന്യൂട്ടൺ. 2 ന്യൂട്ടണിൻ്റെ കോമ്പണൻ്റ് എടുത്താൽ ഈ ഡയറക്ഷനിൽ 2 sin 30 വരും. 2 sin 30 ഈസ് 1 ന്യൂട്ടൺ. y ഡയറക്ഷനിൽ 2 cos 30 എന്ന് വരും. 2 cos 30 ഈസ് √3 ന്യൂട്ടൺ. ഓക്കെ, സോ നമുക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉള്ള ഫോഴ്സുകൾ കിട്ടി. ഇപ്പോൾ നമ്മൾ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ആ ഫോഴ്സുകൾ വൈ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് √3 + √3/2 ന്യൂട്ടൺ ആണ്. എക്സ് ഡയറക്ഷനിൽ ഒരു 1 ന്യൂട്ടൺ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും ഹാഫ് ന്യൂട്ടൺ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുമുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ഹാഫ് ന്യൂട്ടൺ ആണ്. സോ നമുക്ക് വൈ ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് വരാൻ പാടില്ല. അപ്പോൾ നിലവിലുള്ള ഹാഫ് ന്യൂട്ടനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് വരേണ്ടി വരും. അതും ഹാഫ് ന്യൂട്ടൺ തന്നെ ആയിരിക്കില്ലേ in positive x direction. So the minimum force you have to add is half Newton to cancel these things, and ultimately the final resultant will be along y direction. Okay, so answer will be option C, 0.5 Newton. Question number 24. 6 vectors A vector and through F vector have magnitudes and directions indicated in figure. Which of the following statement is true? ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. B vector plus C vector. അതാണ്ട് ഈ C vector ഞാൻ പാരലലി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വരയ്ക്കുന്നു എന്ന് കരുതുക. ഇതിന്റെ റിസൾട്ടന്റ് ആണോ F vector? ഈ ഡയറക്ഷനിലാണോ F vector വരുന്നത്? അല്ല, F vector ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ അടുത്തതിൽ D vector പ്ലസ് സി വെക്ടർ. നോക്കൂ, ഡി വെക്ടറിന്റെ കൂടെ നമ്മൾ സി വെക്ടർ ആഡ് ചെയ്യുന്നു. സോ ഡി വെക്ടർ ആൻഡ് സി വെക്ടർ. ഓക്കെ, ഇതിന്റെ റിസൾട്ടന്റ് ആണോ എഫ് വെക്ടർ? ഡി വെക്ടറും സി വെക്ടറും ചേർത്താൽ എഫ് വെക്ടർ ട്രയാങ്കുലർ ലാ വെച്ച് ഈ ഡയറക്ഷനിലാണ്. അത് നമുക്ക് തന്നിരിക്കുന്ന എഫ് വെക്ടറിന്റെ ഡയറക്ഷനിലല്ല. സോ ദിസ് ഇസ് ഓൾസോ റോങ്. സോ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾക്ക് ട്രയാങ്കിൾ ലോ വെച്ച് നോക്കി പോകാവുന്നതേ ഉള്ളൂ. വെരി ഈസി. നെക്സ്റ്റ് ഓപ്ഷൻ ഡി വെക്ടറിന്റെ കൂടെ ഇ വെക്ടർ കൂട്ടിയാൽ എഫ് വെക്ടർ കിട്ടുമോ? സാധ്യതയുണ്ടോ എന്ന് നോക്കാം. ഇത് ഡി വെക്ടർ ആണ്. അതിനോട് കൂടി നമ്മൾ ഇ വെക്ടർ ഈ ഡയറക്ഷനിൽ കൂട്ടി ബൈ പാരലൽ ഷിഫ്റ്റിംഗ്. ഇത് രണ്ടും കൂട്ടിയാൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പോയിന്റും ക്ലോസ് ചെയ്യുന്നതാണല്ലോ എഫ് വെക്ടർ. ഈ ഡയറക്ഷനിലാണോ എഫ് വെക്ടർ തന്നിരിക്കുന്നത്? ശരിയാണ്. എഫ് വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ വരച്ച അതേ ഡയറക്ഷനിലാണ്. സോ ഓപ്ഷൻ സി ക്യാൻ ബി എ കറക്റ്റ് ആൻസർ. ഓക്കെ, question number 25. A body is moving with velocity 30 meter per second towards east. After 10 seconds, its velocity becomes 40 meter per second towards north. The average acceleration of the body. ആവറേജ് ആക്സിലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ആവറേജ് ആക്സിലറേഷന്റെ ഇക്വേഷൻ അറിയണം. വാട്ട് ഈസ് ആവറേജ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏതെല്ലാം ഡയറക്ഷൻ ആണ്? ഈസ്റ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഇത് നോർത്ത് ഡയറക്ഷനിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈസ്റ്റ് ഡയറക്ഷനെ നമുക്ക് ഐ ക്യാപ്പ് എന്ന് വിളിക്കാം. നോർത്ത് ഡയറക്ഷനെ ജെ ക്യാപ്പ് ഡയറക്ഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി? ഫൈനൽ വെലോസിറ്റി വെക്ടർ മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഫൈനൽ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് 40 മീറ്റർ ടുവേർഡ്സ് നോർത്ത് ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 40j മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. ദാറ്റ് ഈസ് 30i ക്യാപ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 10 സെക്കൻഡ് ആണ്. സോ യു ആർ ഗെറ്റിംഗ് 4j ക്യാപ് മൈനസ് 3i ക്യാപ്. ഇതാണ് ആവറേജ് ആക്സിലറേഷൻ. നമുക്ക് വേണ്ടത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ദിസ് 4j മൈനസ് 3i ക്യാപ് വരും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് ജെയുടെ കോയഫിഷ്യന്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 4 സ്ക്വയർ നത്തിങ് ബട്ട് 16, ഐയുടെ കോയഫിഷ്യന്റ് സ്ക്വയർ മൈനസ് 3യുടെ സ്ക്വയർ 9 ആൻഡ് റൂട്ട് 25. ആൻസർ വിൽ ബി 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 26. ABC is an equilateral triangle with O as its center. ഇതിന്റെ സെന്റർ അതായത് സെൻട്രോയിഡ് എന്ന് പറയുന്നത് O പോയിന്റ് ആണ്. F1, F2, F3 represents three forces acting along the sides AB, BC and AC respectively.
If the total torque about O is 0, then magnitude of F3 is. ടോട്ടൽ ടോർക്ക് ഈ മൂന്ന് ഫോഴ്സുകളും എബൌട്ട് O കൊടുക്കുന്നത് 0 ആണെങ്കിൽ F3യുടെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, O ഒരു സെൻട്രോയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വരയ്ക്കുന്ന ബൈസെക്ടേഴ്സ്, O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ബൈസെക്ടർ തീർച്ചയായിട്ടും എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇത് എല്ലാ വശങ്ങൾക്കും ട്രൂ ആണ്. ആൻഡ് എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും, 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ F3 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്കിനെ നമുക്ക് F3, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് F3 ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R ആണ്, F3 × R എന്ന് എഴുതാം. ഇത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ടെൻഡൻസി ആണ്. എബൌട്ട് O F3യുടെ റൊട്ടേഷൻ ടെൻഡൻസി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, പ്ലസ് F2 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുന്ന ടോർക്ക് F2 × R ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ R ആണ്. F2വിൽ നിന്ന് O വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ഉണ്ടാക്കുന്ന റൊട്ടേഷൻ ടെൻഡൻസി മുകളിലോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. F1 ഉണ്ടാക്കുന്ന ടോർക്ക് F1 × R ആണ്. സെയിം ഐഡിയ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെയും R ആണ്. ഇതിൻ്റെയും റൊട്ടേഷൻ ടെൻഡൻസി മുകളിലോട്ടുള്ള സെൻസ് വരെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് F3 ക്ലോക്ക് വൈസിന് നെഗറ്റീവ് എന്ന് എഴുതാം, ബാക്കി രണ്ടിനെയും പോസിറ്റീവ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒരേ ഡയറക്ഷൻ ഉള്ളത് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ഞാൻ ക്ലോക്ക് വൈസിനെ നെഗറ്റീവ് എന്ന് എഴുതിയാൽ -F3R, ഇതാണ് ടോട്ടൽ ടോർക്ക്. ഈ മുകളിൽ എഴുതിയതാണ് ടോട്ടൽ ടോർക്ക്. ആ ടോട്ടൽ ടോർക്ക് 0 ആണ് എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ =0 എഴുതുന്നു. ക്ലോക്ക് വൈസിൽ എഴുതിയതിനെ ഞാൻ -F3R എന്ന് വിളിക്കുന്നു. ആൻറ്റി ക്ലോക്ക് വൈസിനെ ഞാൻ പോസിറ്റീവായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ F2R എന്ന് എഴുതാം, പ്ലസ് F1R = 0. R നമുക്ക് കോമൺ എടുത്താൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ യു ആർ ഗെറ്റിംഗ് F2 + F1 = F3. ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത് F3യുടെ മാഗ്നിറ്റ്യൂഡാണ്. F3യുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. F1 + F2 തുല്യമായിരിക്കും. ഹെൻസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 27ാമത്തെ ചോദ്യം. ഇഫ് വെക്ടേഴ്സ് A vector is equal to cos omega t I cap plus sin omega t j cap and B vector is cos omega t by 2 I cap plus sin omega t by 2 j cap are functions of time, then the value of t which they are orthogonal to each other. ഈ രണ്ട് വെക്ടേഴ്സും ഏത് സമയത്തിലാണ് ഓർത്തോഗണൽ ആകുന്നത്? ഓർത്തോഗണൽ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് നോർമൽ ആകുന്നത് അല്ലെങ്കിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുകയാണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയി A.B = 0 എന്ന് എഴുതാൻ പറ്റും. A.B നമുക്ക് കണ്ടുപിടിക്കാം. A വെക്ടർ cos omega t I cap ആണ്, B വെക്ടർ cos omega t by 2 I cap ആണ്. ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം എഴുതാൻ. cos omega t ഐയുടെ ടേമുകൾ പരസ്പരം ഗുണിക്കുന്നു ഇൻറ്റു cos of omega t by 2 പ്ലസ് ജെയുടെ ടേമുകൾ പരസ്പരം ഗുണിക്കുമ്പോൾ sin of omega t ഇൻറ്റു sin of omega t by 2 എന്ന് വരും. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 0 ആണ്. സോ ഇതൊരു ട്രിഗണോമെട്രിക് റിലേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. cos A cos B plus sin A sin B, that is nothing but cos of A minus B, cos omega t minus cos of omega t by 2 is equal to 0. So cos of omega t minus omega t by 2 is nothing but cos of omega t by 2, which is equal to 0, which implies cos ന്റെ ഏത് ആംഗിൾ ആണ് 0 തരുന്നത്? This angle has to be 90 degree. അപ്പോൾ omega t by 2 എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് π/2 റേഡിയൻ. 2 ക്യാൻസൽ ആയി. ഇതിൽ നിന്ന് the corresponding time t will be π/omega. So answer is option A. It's a good question. ഇതിനകത്ത് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി അറിഞ്ഞിരിക്കണം. Question number 28. Two equal vectors have a resultant equal to either of them, then the angle between them will be. രണ്ട് വെക്ടറുകൾ റിസൾട്ടൻ്റ് ആയിട്ട് അതേ വെക്ടറിനെ തന്നാൽ അതേ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ റിസൾട്ടൻ്റ് വെക്ടേഴ്സിന് വന്നാൽ ആ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പേ പരിചയപ്പെട്ടതാണ്. സോ ആൻസർ വിൽ ബി ഈസിലി ഓപ്ഷൻ ബി 120 ഡിഗ്രി. അടുത്ത ചോദ്യത്തിൽ എ വെക്ടറും ബി വെക്ടറും തന്നിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആണ്. നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ? നമുക്ക് A.B എന്നുള്ള ഐഡന്റിറ്റി ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ എളുപ്പം. A.B എന്ന് പറഞ്ഞാൽ A.B ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു കോസ് തീറ്റ ആണ്.
സോ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിച്ചാൽ മതി. എ ഡോട്ട് ബി നമുക്ക് ചെയ്യാം. 4i ഇൻറ്റു 3i ഈസ് 12 പ്ലസ് 4j ആൻഡ് j ഈസ് 4 പ്ലസ് minus 4k and plus 4k is minus 16 divided by modulus of a vector into modulus of b vector. 12 4 16 minus 16 0. 0 divided by some number is definitely 0. So തീർച്ചയായിട്ടും ഇത് നമ്മൾ കണ്ടുപിടിച്ച സമയം കളയേണ്ട കാര്യമില്ല. cos theta is equal to 0 എന്ന് നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ കോസിന്റെ ഏത് ആംഗിൾ ആണ് 0 തരുന്നത്? then theta has to be 90 degree. Hence option B is the correct answer for this question. Question number 30. If modulus of a vector plus b vector is equal to modulus of a vector plus modulus of b vector തന്നിട്ടുണ്ട്, then angle between a and b will be. നമുക്കിത് എങ്ങനെ ചെയ്യാം? നമുക്കിതൊന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എ വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ. എന്താണ് എ വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ? ഇത് മോഡുലസ് ഓഫ് എ വെക്റ്റർ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ദെൻ എങ്ങനെ എഴുതാം? എനിക്ക് ഞാൻ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ, മോഡുലസ് ഓഫ് എ വെക്റ്റർ പ്ലസ് മോഡുലസ് ഓഫ് ബി വെക്റ്റർ എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു. സോ ഞാൻ ഈ രണ്ട് സ്ഥലവും സ്ക്വയർ ചെയ്യുകയാണ്, ദ ഹോൾ സ്ക്വയർ എടുക്കുകയാണ്. ഇത് മോഡുലസ് ഓഫ് എ വെക്റ്റർ സ്ക്വയർ ആണ്. മോഡുലസ് ഓഫ് എ വെക്റ്റർ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വെക്റ്ററുകളുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് എഴുതാം. ഇവിടുത്തെ വെക്റ്റർ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഡോട്ട് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും സിമ്പിൾ മാഗ്നിറ്റ്യൂഡുകളാണ്. നമുക്ക് ഓൾജിബ്ര പോലെ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇനി ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എ ഡോട്ട് എ ഓരോ ടേമായിട്ട് ചെയ്യുക. എ ഡോട്ട് എ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മോഡുലസ് ഓഫ് എയുടെ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ, പ്ലസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് ബി ഈസ് നത്തിങ് ബട്ട് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നിന്ന് എ സ്ക്വയർ ബി സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം, രണ്ടും ഈക്വൽ ആണ്. എ ഡോട്ട് ബി തന്നെയാണ് ബി ഡോട്ട് എ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് 2 ടൈംസ് ഓഫ് എ ഡോട്ട് ബി എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എ ബി. 2 and 2 cancels. A dot B is nothing but AB cos theta, where theta is the angle between them. Okay, hence AB and AB cancels. So cos theta യുടെ വാല്യൂ നിങ്ങൾക്ക് 1 കിട്ടും. കോസിന്റെ ഏത് ആംഗിൾ ആണ് 1 തരുന്നത്? theta should be 0 degree. Hence option is option D. Option D, 0 degree is the correct answer. Question number 31. Which of the following statements is true? Option A, a scalar quantity is the one that is conserved in a process. ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണ് ഒരു പ്രോസസ്സിൽ. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓപ്ഷൻ എ ഈസ് റോങ്. ബി എന്ന് പറയുന്നത് എ സ്കേലാർ ക്വാണ്ടിറ്റി ഈസ് ദ വൺ ദാറ്റ് ക്യാൻ നെവർ ടേക്ക് നെഗറ്റീവ് വാല്യൂസ്. സ്കേലാർ ക്വാണ്ടിറ്റി 0 വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. A scalar quantity is the one that does not vary from one point to another point in space. സ്കേലാർ ക്വാണ്ടിറ്റി തീർച്ചയായിട്ടും മാറാം. ഉദാഹരണം സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ വില ഒരു സ്പേസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ തീർച്ചയായിട്ടും മാറും. സോ ഓപ്ഷൻ സി ഈസ് റോങ് ആൻസർ. ഡി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ഹാസ് ദ സെയിം വാല്യൂ ഫോർ ഒബ്സർവേഴ്സ് വിത്ത് ഡിഫറൻറ്റ് ഓറിയന്റേഷൻ ഓഫ് ദ ആക്സസ്. തീർച്ചയായിട്ടും സ്കേലാർ ക്വാണ്ടിറ്റി ഒരു മാഗ്നിറ്റ്യൂഡിനെ കാണിക്കുന്നതാണ്. പല പല ആക്സിസിൽ നിന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറില്ല. ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 32. The component of vector r along the x-axis will have a maximum value if r വെക്ടറിന്റെ കോമ്പണന്റിന് എക്സ് ആക്സിസിൽ മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ, r ഈസ് എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. r വെക്ടറിന്റെ കോമ്പണന്റ് എക്സ് ആക്സിസിന് എലോങ് ഉള്ളത് r cos തീറ്റയാണെന്ന് നമുക്കറിയാം. ഈ r cos തീറ്റയുടെ മാക്സിമം വില എന്ന് പറയുന്നത് cos തീറ്റ 1 ആകുമ്പോഴാണ്, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോഴാണ്. തീറ്റ 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിൽ തന്നെ r വെക്ടർ വരുമ്പോഴല്ലേ, r വെക്ടർ എക്സ് ആക്സിസിന് എലോങ് കിടക്കുമ്പോഴാണ് മാക്സിമം വില ആ ഡയറക്ഷനിൽ കിട്ടുന്നത്. ഹെൻസ് ഓപ്ഷൻ എ ഈസ് ഒബ്വിയസ്ലി ദ കറക്റ്റ് ആൻസർ.
Okay. Question number 33. What vector must be added to the sum of two vectors so that the resultant may be a unit vector along x-axis? ഈ രണ്ട് വെക്ടറിന്റെ സമ്മേഷനോട് കൂടി ഏത് വെക്ടറിനെ ആഡ് ചെയ്താൽ റിസൾട്ടന്റ് വെക്ടർ എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് വെക്ടറുകളെ സം ചെയ്യാം. I vector plus 2i vector is 3i vector plus minus 2j and plus j is minus j cap plus 2k minus k is plus k cap. ഇതിൻ്റെ കൂടെ മറ്റൊരു വെക്ടറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി എ വെക്ടർ. ആൻസർ എന്തായിരിക്കണം? എക്സ് ആക്സിസിന് അലോങ് വരുന്ന യൂണിറ്റ് വെക്ടർ. ആൻസർ ഹാസ് ടു ബി ഐ ക്യാപ്. സോ ഇത് സിമ്പിളായി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ആവശ്യമുള്ള വെക്ടർ എ വെക്ടർ എന്ന് പറയുന്നത് ഐ വെക്ടർ മൈനസ് 3i വെക്ടർ, ദാറ്റ് ഈസ് മൈനസ് 2i വെക്ടർ, മൈനസ് ജെ ഇപ്പുറം വരുമ്പോൾ പ്ലസ് ജെ ക്യാപ് ആൻഡ് കെ ഇപ്പുറം വരുമ്പോൾ മൈനസ് കെ ക്യാപ്. സോ ആൻസർ ഈസ് മൈനസ് 2i പ്ലസ് ജെ മൈനസ് കെ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 34. Force F and displacement x are vector quantities, then work F dot x will be. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്കെയിലാർ ആണ്, ശരിയല്ലേ? സോ ആൻസർ ഈസ് വെരി ഈസി ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്കെയിലാർ. Question number 35. A vector is given and B vector is given. A vectoറും B vectoറും പരസ്പരം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then they are asking what is the value of alpha. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് നമുക്ക് എഴുതാം. സോ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വരും? 2i and 2i minus 4i. ഐയുടെ പൊസിഷൻ ശ്രദ്ധിക്കണം. 2i and 4 minus 4i is minus 8. 3j and 4j is plus 12. 8k and alpha k, you can write it as plus 8 alpha is equal to 0. So this is minus 4 plus 4 plus 8 alpha is equal to 0. You are getting 8 alpha is equal to minus 4 and alpha will be minus 1 by 2. Hence option A is the answer. Question number 36. A vector and B vector is given. The component of vector A along B vector they are asking. നമുക്കറിയാം A vector and B vector തന്നിട്ടുണ്ട്. സപ്പോസ് ഇത് A vector ആണെന്ന് കരുതുക, ഇത് ബി വെക്ടർ ആണെന്ന് കരുതുക. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കോമ്പണൻറ്റ് ഓഫ് വെക്ടർ എ എലോങ് ബി വെക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബി വെക്ടറിന് എലോങ് എ വെക്ടറിൻ്റെ കോമ്പണൻറ്റ് പറയുന്നത്? സപ്പോസ് ഇത് ബി വെക്ടർ ആണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ബി വെക്ടറിന് എലോങ് വരുന്ന എ വെക്ടറിൻ്റെ കോമ്പണൻറ്റ് എ കോസ് തീറ്റയാണ്. ഡയറക്ഷൻ ആരുടെയാണ്? ബി വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ. അപ്പോൾ ബി ക്യാപ്പ് എന്ന് നമുക്ക് എഴുതാം. So magnitude of the component is a cos theta, direction is b cap. So answer is a cos theta b cap ആണ്. ഈ a cos theta b cap നമുക്ക് കുറച്ചുകൂടെ എഴുതാൻ പറ്റുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്താൽ a cos തീറ്റയ്ക്ക് പകരം ഞാനൊരു b ഇൻസേർട്ട് ചെയ്താൽ എ ബി കോസ് തീറ്റ b cap എന്ന് വരും. നമുക്കൊരു b കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ a cos തീറ്റ ആയിട്ട് തുടരും. എ ബി കോസ് തീറ്റ നമുക്ക് എന്തായിട്ട് എഴുതാം? എ ഡോട്ട് ബി ആയിട്ട് എഴുതാം. എ ഡോട്ട് ബി വെക്ടർ ഫോമാറ്റിൽ എഴുതാം. ഇൻറ്റു ബി ക്യാപ് ഡിവൈഡഡ് ബൈ ബി. ഇനി ബി വെക്ടർ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് അൾട്ടിമേറ്റ്ലി എ വെക്ടർ ഡോട്ട് ബി ക്യാപ് ഇൻറ്റു ബി ക്യാപ് എന്ന് എഴുതാം. എ വെക്ടർ ഡോട്ട് ബി ക്യാപ് ഈസ് എ സ്കെയിലാർ. ഇൻറ്റു ബി ക്യാപ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ വെക്ടർ ആയിരിക്കും. അപ്പോൾ ബി വെക്ടറിന് എലോങ് വരുന്ന എയുടെ കോമ്പണൻറ്റ് എ വെക്ടർ ഡോട്ട് ബി ക്യാപ് ഇൻറ്റു ബി ക്യാപ് ആണ്. നമുക്കതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുവെന്ന്. സോ ആൻസർ ഹാസ് ടു ബി എ വെക്ടർ ഡോട്ട് ബി ക്യാപ് ഇൻറ്റു ബി ക്യാപ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ വെക്ടർ? എ വെക്ടർ ഈസ് 2i plus 3j ഡോട്ട് ബി ക്യാപ് എന്ന് പറഞ്ഞാൽ i പ്ലസ് ജെ ബി വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ഐയുടെയും ജെയുടെയും മോഡുലസ് സമ്മേഷൻ √2 ആണ്. ആദ്യം നമുക്ക് ഇത് ചെയ്യാം. എന്നിട്ട് പ്രോഡക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് ഗുണിക്കണം? ബി ക്യാപ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ക്യാപ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഐ വെക്ടർ പ്ലസ് ജെ വെക്ടർ ഡിവൈഡഡ് ബൈ √2 ആണ്. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2i ഇൻറ്റു ഐ ബൈ √2 ഈസ് √2 പ്ലസ് 3j ഇൻറ്റു ജെ ബൈ √2 ഈസ് 3 ബൈ √2 എന്ന് വരും. ഇൻറ്റു
I vector plus j vector the whole divided by root 2. Individually നിങ്ങൾക്ക് multiply ചെയ്യാം. Multiply ചെയ്യുമ്പോൾ root 2 into root 2 is 2 plus 3 is 5 by root 2 into I vector plus I cap plus j cap by root 2 എന്ന് വരും. Again you can see the answer will be 5 by 2 into I cap plus j cap. Hence option C is the correct answer. Question number 37. If angle between the vectors A vector and B vector is theta, which one of the following relations are correct? Following relations are correct. Option A vector cross B vector is equal to B vector cross A vector. തെറ്റാണ്. കാരണം നമുക്കറിയാം ആൻറ്റി പാരലൽ ആയിരിക്കണം, ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. A vector cross B vector must be equal to minus of B vector cross A vector. നിങ്ങൾക്ക് ഓപ്ഷൻ ഡിയിൽ അത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. എ വെക്ടർ ക്രോസ് ബി വെക്ടർ എ ബി കോസ് തീറ്റ അല്ല, എ വെക്ടർ ക്രോസ് ബി വെക്ടർ എ ബിയും അല്ല. ഹെൻസ് ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഈസി ക്വസ്റ്റ്യൻ. Question number 38. The value of a vector plus b vector into a vector minus b vector. ഇവിടെ രണ്ട് വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എ വെക്ടർ പ്ലസ് ബി വെക്ടർ ക്രോസ് എ വെക്ടർ മൈനസ് ബി വെക്ടർ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വലി ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് നോക്കാം. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ക്രോസ് എ വെക്ടർ മൈനസ് ബി വെക്ടർ നമുക്ക് ചെയ്യണം. ആദ്യം എ വെക്ടർ ക്രോസ് എ വെക്ടർ, ഒരേ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആൻസർ 0 വരും. 0 പ്ലസ് ബി വെക്ടർ ക്രോസ് എ വെക്ടർ മൈനസ് ബി വെക്ടർ ക്രോസ് ബി വെക്ടർ ഈസ് 0 പ്ലസ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ. എക്സ്ക്യൂസ് മീ, ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ a vector cross a vector, that will be 0. Then a vector cross minus b vector, that will be minus a vector cross b vector. Then next term is b vector cross a vector plus b vector cross a vector. Then next term is plus b vector cross minus b vector. രണ്ടും സെയിം വെക്ടേഴ്സ് ആയതുകൊണ്ട് again 0. സോ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൈനസ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്ന് പറയുന്നത് ബി വെക്ടർ ക്രോസ് എ വെക്ടറിന് ഈക്വൽ ആണ്, ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ലോ, പ്ലസ് ബി വെക്ടർ ക്രോസ് എ വെക്ടർ, ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് 2 times ഓഫ് ബി വെക്ടർ ക്രോസ് എ വെക്ടർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2 times ഓഫ് ബി വെക്ടർ ക്രോസ് എ വെക്ടർ. Question number 39. The position vector of a particle r vector is given. The velocity vector of the particle is. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ദ വെലോസിറ്റി വെക്ടർ എങ്ങനെയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പാരലലും പെർപെൻഡിക്കുലറുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം പെർപെൻഡിക്കുലർ ഓപ്ഷൻസ് വെച്ച് ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പെർപെൻഡിക്കുലർ ആണോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് പൊസിഷൻ വെക്ടർ എഴുതാം. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ഐ ക്യാപ്പ് എന്ന് തന്നിട്ടുണ്ട്, പ്ലസ് എ സൈൻ ഒമേഗ ടി ജെ ക്യാപ്പ്. എങ്ങനെയാണ് വെലോസിറ്റി വെക്ടർ എഴുതുന്നത്? വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടറിൻ്റെ ഡിഫറൻസിയേഷൻ ആണ്. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എ ഇൻറ്റു കോസ് ഒമേഗ ടിയുടെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഐ ക്യാപ്പ് പ്ലസ്, ബിക്കോസ് ടി വെച്ചാണ് ഡിഫറൻസിയേഷൻ ചെയ്തത്, ഒമേഗ ടിയെയും ഡിഫറൻസിയേഷൻ ചെയ്യണം, ചെയിൻ റൂൾ അനുസരിച്ച് ഒമേഗ വരും, പ്ലസ് എ ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻസിയേഷൻ കോസ് ഒമേഗ ടി ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഒമേഗ ടി ഈസ് ഒമേഗ ജെ ക്യാപ്പ്. നിങ്ങൾക്കറിയാം ആർ ക്യാപ്പും വി ക്യാപ്പും ആർ വെക്ടറും വി വെക്ടറും നോക്കുകയാണെങ്കിൽ മൈനസ് ഐ ക്യാപ്പും ഐ ക്യാപ്പുമാണ്. അപ്പോൾ ഒരിക്കലും പാരലൽ സെൻസ് വരത്തില്ല. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. ആർ ഡോട്ട് വി, ആർ ഡോട്ട് വി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എ കോസ് ഒമേഗ ടി ഐ ക്യാപ്പ്, എ സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഐ ക്യാപ്പ്, ഈ ടേംസ് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഒമേഗ, പ്ലസ് നെക്സ്റ്റ് ടേമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരും? എ സ്ക്വയർ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 0, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഡെഫിനറ്റ്ലി എ ഡോട്ട് ബി എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ ആർ ഡോട്ട് വി 0 ആണെങ്കിൽ ആർ ആൻഡ് വി ആർ പെർപെൻഡിക്കുലർ, ഹെൻസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് വെച്ച് ചെയ്യിക്കുന്നതായിരിക്കും ബെറ്റർ.
Question number 40. 40ാമത്തെ ചോദ്യം. A metal sphere is hung by a string fixed to a wall. The sphere is pushed away from the wall by a stick. The forces acting on the spheres are shown in figure. Which of the following statement is wrong? Okay. So ഇവിടെ നമുക്ക് இந்த ഡയഗ്രം മതി. ഈ ഡയഗ്രത്തിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ റോങ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആർ വെക്റ്റർ പ്ലസ് ടി വെക്റ്റർ പ്ലസ് ഡബ്ല്യു വെക്റ്റർ 0 ആണോ? യു ക്യാൻ സി ഇവിടെ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണ്. ഈ 3 ഫോഴ്സും കൺകറന്റ് ഫോഴ്സ് ആണ്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മേഷൻ തീർച്ചയായിട്ടും 0 ആയിരിക്കും. Since they are concurrent forces and the body is in equilibrium. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ഇനി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ആണോ? നമുക്ക് നോക്കാം. ആറിൻ്റെയും ഡബ്ല്യുവിൻ്റെയും മാത്രം റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ആയിരിക്കും. ബിക്കോസ് ദേ ആർ ആക്ടിങ് 90 ഡിഗ്രി. അപ്പോൾ ടി സ്ക്വയർ നെറ്റ് എഫക്റ്റ് 0 ആകണമെങ്കിൽ, നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ ടിയുടെ വില, ടിയുടെ മാഗ്നിറ്റ്യൂഡ് ആരുമായിട്ട് മാച്ച് ആകണം? ഈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയറുമായിട്ട് മാച്ച് ആകണം. എങ്കിലേ അത് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. ഇത് രണ്ട് സൈഡിലും നിങ്ങൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ടി ഈക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു, തീർച്ചയായിട്ടും നമുക്ക് ആറിനെയും ഡബ്ല്യുവിനെയും കൂട്ടിയിട്ട് അത് ഈക്വൽ ടു ടി ആണെന്ന് പറയാൻ പറ്റില്ല. ആൾജിബ്ര സം പറയാൻ പറ്റില്ല. ദിസ് ഇസ് റോങ്. ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടാൻ തീറ്റ എന്ന് പറയുന്നുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? നമുക്ക് നോക്കാം. ആർ എന്ന് പറയുന്നത് ഡബ്ല്യു ടാൻ തീറ്റ ആണോ അല്ലയോ? സി, ഇവിടെ നമ്മൾ ഒരു ആംഗിൾ തീറ്റ എന്നവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ടിയെ 2 കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് മുറിക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിനെയും നിങ്ങൾക്ക് തീറ്റ എന്ന് വിളിക്കാം. ദെൻ ദിസ് വിൽ ബി ടി കോസ് തീറ്റ, ദിസ് വിൽ ബി ടി സൈൻ തീറ്റ. നമുക്ക് എന്തെഴുതാം? ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ആർ. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ 2 ഫോഴ്സുകൾ മാച്ച് ആവണം. അതുപോലെ ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടിയും ക്യാൻസൽ ചെയ്ത് പോകും. സൈൻ ബൈ കോസ് ഈസ് ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ബൈ ഡബ്ല്യു. സോ ദ റിലേഷൻ ഈസ് റൈറ്റ്. ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടാൻ തീറ്റ. സോ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. ഹെൻസ് ഓപ്ഷൻ സി ഈസ് ദ റോങ് ആൻസർ.